നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നിയന്ത്രണം വിട്ട മിനി ലോറി ബസ് കാത്തുനിന്നവർക്ക് നേരെ ഇടിച്ചു കയറി 2 പേർ മരിച്ചു. കൊട്ടാരക്കര പനവേലിയിലാണ് അപകടം. പനവേലി സ്വദേശികളാണ് മരിച്ചത്. കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ റീൽസ് ചിത്രീകരണം. സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. AR ക്യാമ്പിലെ പോലീസുകാർക്കെതിരെയും നടപടി. പുനലൂരിൽ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. ഇളമ്പള്ളൂർ സ്വദേശികളാണ് പിടിയിലായത്. 3.270 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. വീടിന്റെ സിറ്റൌട്ടിൽ കിടന്ന വളർത്തുനായെ പുലി പിടിച്ചു. തെന്മല 40-ാം മൈലിലായിരുന്നു സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് ലോറി ഇടിച്ചു കയറി 2 യുവതികൾക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില ഗുരുതരം. പനവേലി സ്വദേശികളായ സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട മിനി ലോറിയാണ് ബസ് കാത്തുനിന്നവർക്ക് നേരെ ഇടിച്ചു കയറിയത്. അപകടത്തിൽ 2 പേർ മരിച്ചു. കൊട്ടാരക്കര പനവേലിയിലായിരുന്നു അപകടം. പനവേലി സ്വദേശിനി 42-കാരിയായ സോണിയ, 23 വയസ്സുകാരി ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ 65-കാരനായ വിജയന് ഗുരുതരമായി പരിക്കേറ്റു. ഡെലിവറി വാനായി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് യാത്രക്കാർക്ക് നേരെ ഇടിച്ചു കയറിയത്. മിനി ലോറിയെയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ ഒരു 7-7:30 മുമ്പാണ് സംഭവം നടക്കുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ 2 പേർ നിൽപ്പുണ്ടായിരുന്നു. അവർ 2 യാത്രക്കാരാണ് ബസ് സ്റ്റോപ്പിൽ നിന്നതാണ്. അവിടുന്ന് ഒരു വണ്ടി വന്നു. ഈ വണ്ടി ഫസ്റ്റ് സ്റ്റാൻഡ് കിടക്കുമായിരുന്നു. ഈ വിജയന്റെ വണ്ടി ഫസ്റ്റ് സ്റ്റാൻഡ് കിടന്നത്. അതൊരു കറണ്ട് വണ്ടിയാണ്. പുള്ളിക്കാരൻ വണ്ടിക്ക് തിരിക്കത്തുള്ളൂ. കാല് വയ്യാത്തതിന്റെ പേര് പിള്ളേരെ വണ്ടിക്ക് തിരിക്കത്തേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് വന്ന വണ്ടി ആ അശ്രദ്ധയാണോ എന്തോ സംഭവം. ആ ചെറിയൊരു വളവുണ്ടെങ്കിൽ തന്നെ അശ്രദ്ധയാണ് വരാനുള്ള സാധ്യത കൂടുതലും. വന്ന് ആ നിന്ന യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ചതാണ് ഈ വണ്ടി ഇടിക്കുന്നത്. ആ ഇടിച്ച് തെറിപ്പിച്ച യാത്രക്കാരിൽ ഒരാൾക്കുള്ള അതീവ ഗുരുതരമാണെന്ന് പറയപ്പെടുന്നു. 2 സ്ത്രീകളാണ്. ഒരാൾക്ക് വലിയ കുഴപ്പമില്ല, ഒരാൾക്ക് അതീവ ഗുരുതരമാണെന്ന് പറയുന്നു. ഇപ്പം പിന്നെ ആട്ടോയിലിരുന്ന ആൾക്കും വലിയ പ്രശ്നമാണ്. കാലൊക്കെ ഒടിച്ച് തൂങ്ങിപ്പോയെന്ന് പറയുന്നു. തലമണ്ട പൊട്ടിപ്പോയെന്ന് പറയുന്നു. എന്തായാലും അവര് വല്ലാത്തൊരു സംഭവമായി. ഇപ്പോൾ രാവിലെ നടന്ന സംഭവമായി. ഒരു 7 മണി 7:30 സംഭവമായി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തെന്മലയിൽ വാഹനാപകടം. ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഡ്രൈവർമാർക്ക് പരിക്ക്. തെന്മല SR പാലസിന് സമീപമുള്ള വളവിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. തിരുനെൽവേലിയിൽ നിന്നും കൊച്ചിയിലേക്ക് പോയ ലോറിയും കൊച്ചി FACTയിൽ നിന്നും ആസിഡ് ഇറക്കി തൂത്തുക്കുടിയിലേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയും തമ്മിലാണ് ഇടിച്ചത്. തെന്മല SR പാലസിന് സമീപമുള്ള വളവിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. തിരുനെൽവേലിയിൽ നിന്നും കൊച്ചിയിലേക്ക് പോയ ലോറിയും കൊച്ചി FACTയിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഡിണ്ടിഗൽ സ്വദേശി 48 വയസ്സുള്ള സുബ്രഹ്മണ്യൻ, തിരുവള്ളൂർ സ്വദേശി ബാലമുരുകൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബാലമുരുകന്റെ 2 കാലുകൾക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SR പാലസിന് സമീപമുള്ള കൊടുംവളവും റോഡിന്റെ വശങ്ങളിലെ കുഴിയും 2 വണ്ടികൾ കഷ്ടിച്ച് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയുമാണ് അപകടത്തിന് കാരണം. ഡ്രൈവർമാർക്ക് വഴി പരിചിതമല്ലാത്തതും അപകടത്തിന് കാരണമാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. 1 വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന 1 വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിനാണ് അപേക്ഷ ക്ഷണിച്ചത്. SSLC ആണ് അടിസ്ഥാന യോഗ്യത. പരിശീലന സമയത്ത് താമസം, ഭക്ഷണം, ട്യൂഷൻ ഫീസ് എന്നിവ സൗജന്യമായിരിക്കും. പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങുമ്പോൾ 4000 രൂപ സ്റ്റൈഫൻഡും ലഭിക്കും. വിജയികൾക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. ഫെഡറേഷന്റെ ഹോട്ടലുകളിൽ പ്ലേസ്മെന്റും നൽകും. ഫെഡറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് സ്ഥാപനം നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് IHMA സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ 800ഓളം വരുന്ന ക്ലാസിഫൈഡ് ഫെസിലിറ്റി ഹോട്ടലുകളുടെ ഔദ്യോഗിക സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ.
നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഈ രംഗത്ത് നൈപുണ്യവും തൊഴിലും ഉറപ്പു നൽകുന്നു. IHMA 2019 ആരംഭിച്ചത്. 5 ബാച്ചുകളിലായി 700ഓളം വിദ്യാർത്ഥികൾ ഇതുവരെ പഠനം പൂർത്തിയാക്കി. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് നടത്തുന്നത്. സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഏജൻസിയാണ് ഇവർക്ക് പരീക്ഷ നടത്തി സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ഈ കോഴ്സ് തികച്ചും സൗജന്യമായിട്ടാണ് ഫെഡറേഷൻ നടത്തുന്നത്. ഫെഡറേഷൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് 2019 ഈ സ്ഥാപനം തുടങ്ങുന്നത്. 2019 തുടങ്ങിയ സമയത്ത് ആദ്യത്തെ 1-2 വർഷങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ നടത്തിയ സമയങ്ങളിൽ കുട്ടികൾക്ക് ഇതിനോട് ഒരു വലിയ മതിപ്പ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ യൂണിഫോമിന് വേണ്ടി ചെറിയ പൈസ വാങ്ങിക്കുന്നു. സ്റ്റഡിൻ്റെ രജിസ്ട്രേഷൻ ഫീസും യൂണിഫോം, സ്റ്റഡി മെറ്റീരിയൽ ഇതിനു വേണ്ടി മാത്രം പൈസ വാങ്ങിച്ച് ട്യൂഷൻ ഫീസ് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് 4000 രൂപ സ്റ്റൈഫൻഡും സൗജന്യ താമസവും ഭക്ഷണവും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ റീൽസ് ചിത്രീകരണം. സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. ഇതുമായി ബന്ധപ്പെട്ട് AR ക്യാമ്പിലെ പോലീസുകാർക്കെതിരെയും നടപടി. ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളെ കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാക്കുന്നതിനിടയിൽ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച 8 പേരെയാണ് കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 28-ന് കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ സന്തോഷ് വധക്കേസിലെ പ്രതികളെ ഹാജരാക്കുന്നതിനിടയിലായിരുന്നു റീൽസിന്റെ ചിത്രീകരണം. തുടർന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് AR ക്യാമ്പിലെ പോലീസുകാർക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിച്ചതായും സൂചനയുണ്ട്. SHO ബിജു, SI ആഷിഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വള്ളികുന്നം സ്വദേശി ഹരിപ്രസാദ്, ആലിങ്കടവ് സ്വദേശി റോഷൻ, ഓച്ചിറ സ്വദേശി അനന്തകൃഷ്ണൻ, അജിത്ത്, ഓച്ചിറ സ്വദേശികളായ ഹരികൃഷ്ണൻ, ഹരീഷ്, വിപിൻ, മണപ്പള്ളി സ്വദേശി മനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്കൂൾ പരിസരത്തെ തേനീച്ചക്കൂട് ഭീഷണി ഉയർത്തുന്നു. കൊല്ലം കുളത്തൂപ്പുഴ കല്ലുവെട്ടാംകുഴി സ്കൂളിനോട് ചേർന്ന് ആൾ താമസമില്ലാത്ത വീട്ടിലാണ് തേനീച്ച കൂട് കൂട്ടിയിട്ടുള്ളത്. പരാതിപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. സ്കൂളിന് സമീപത്താണ് താമസിക്കുന്നത്. ഈ തേനീച്ചക്കൂടിന് മുമ്പിലൂടെയാണ് നമ്മൾ സ്കൂളിലും ട്യൂഷനും പോകുന്നത്. നമ്മുടെ രക്ഷിതാക്കൾക്ക് പേടിയാണ്. നമ്മൾ പകുതി വരെ കൊണ്ടാക്കിയിട്ടാണ് സ്കൂളിലും ട്യൂഷനൊക്കെ പോകുന്നത്. ഈ തേനീച്ചക്കൂടിനെ എത്രയും വേഗം മാറ്റുക. നമ്മൾക്ക് പേടിയാണ്. നമ്മളെ എപ്പോഴെങ്കിലും കുത്താനുള്ള സാധ്യതയുണ്ട്. കുളത്തൂപ്പുഴ കല്ലുവെട്ടാംകുഴി സ്കൂൾ പരിസരത്താണ് ഭീഷണി ഉയർത്തി തേനീച്ചക്കൂടുള്ളത്. 500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത്. ആൾതാമസമില്ലാത്ത വീടിനോട് ചേർന്നുള്ള വസ്തുവിൽ നിൽക്കുന്ന മാവിന്റെ കൊമ്പിലാണ് തേനീച്ച കൂട് കൂട്ടിയിട്ടുള്ളത്. ഇത് റോഡിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഒരാഴ്ചയായി തേനീച്ച കൂട് കൂട്ടിയിട്ട്. ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കുളത്തൂപ്പുഴ കല്ലുവെട്ടാംകുഴി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മെയിൻ വാതിലാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വ്യക്തിയുടെ വസ്തുവിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മാവിൽ ഒരു തേനീച്ചക്കൂട്, അത് 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ, അതിപ്പോൾ കുറേശ്ശെയായിട്ട് അവർ തേൻ കൂട്ടി വലുതായി വരികയാണ്. ഇത് റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇതിലേക്കൂടെ കടന്നു പോകുമ്പോൾ ഈ ശീലങ്ങളിൽ തട്ടി ഇത് പറക്കുന്ന അവസ്ഥകളുണ്ട്. ഇതിലേക്കൂടെ ഈ സ്കൂളിലേക്ക് പോകുന്ന ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ, ഈ പ്രദേശ സ്കൂൾ കുട്ടികളെല്ലാം നടന്നു പോകുന്ന ഒരു മെയിൻ റോഡാണിത്. ഈ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ തേനീച്ച കുത്തി അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ ഭയങ്കരമായി സാധ്യത കൂടുതലുള്ള ഒരു ഭാഗമാണത്. എന്നുവെച്ചാൽ ഇത് റോഡിലേക്കാണ് ഈ തേനീച്ചക്കൂട് കിടക്കുന്നത്. ഇത് വാഹനം പോകുമ്പോൾ ഇങ്ങനെ തട്ടി ഇത് പറക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കുത്തിയേക്കാൻ ഇത് ഒരുപാട് കാരണങ്ങളാവും. അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ആരാണെന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് ഒരു പ്രദേശവാസി, ഒരു സാമൂഹ്യ പ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. സി കേശവൻ അവാർഡ് പ്രവാസി വ്യവസായി നസീർ വെളിയലിന്. സി കേശവന്റെ സ്മരണയ്ക്കായി സി കേശവൻ സ്മാരക സമിതിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് അവാർഡ്. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി കേശവന്റെ സ്മരണയ്ക്കായി സി കേശവൻ സ്മാരക സമിതിയാണ് സി കേശവൻ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും പത്തനാപുരം ഗാന്ധിഭവൻ ഓട്ടിസം സ്കൂൾ ചെയർമാനുമായ നസീർ വെളിയലിനാണ് ഇത്തവണത്തെ പുരസ്കാരം. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. നമുക്കെല്ലാം അറിയാം, സി കേശവൻ
ഒരു ആദർശധീരനായ ഒരു വെറും രാഷ്ട്രീയക്കാരനതിലുപരി ഒരു സാമൂഹ്യ വിപ്ലവകാരിയായ മുൻ മുഖ്യ 1950, 51, 52 കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വലിയ പ്രതിഭാധനാണ്. അദ്ദേഹം സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കാഴ്ചപ്പാടുകൾക്ക് പുറമേ സാമൂഹ്യമായ കാര്യങ്ങളിൽ ഇടപെടലുകൾ അതിൽ വളരെയേറെ തീവ്രമായിട്ട് ഇടപെട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവിതാംകൂർ രാജഭരണകാലത്ത് സർ CP രാമസ്വാമി ദിവാനായിരിക്കുമ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ഒരുപാട് അസമത്വങ്ങളും പലതരത്തിലുള്ള വിവേചനങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ തുല്യാവകാശങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയായിരുന്നു CK സാർ. 25,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ അവസാന വാരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വളരെ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സമിതി നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ CK സാറിന്റെ പ്രൗഢമായിട്ടുള്ള പ്രസംഗങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി CK സാർ സ്മരണീയകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി ുള്ള ചടങ്ങുകൾ, സാഹിത്യ ചർച്ചകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ നിരന്തരമായി CK സാർ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി CK സാർ സ്മാരക സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വ്യത്യസ്ത പരിപാടികളോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമാപനം ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ CK സാറിന്റെ സ്മരണ എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു CK സാർ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടായി. ഈ CK സാർ അവാർഡ് എന്ന് പറയുന്നത് സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ, ആധ്യാത്മിക മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കാണ് നൽകുന്നത്. ഡോക്ടർ VK ജയകുമാർ ചെയർമാനും അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KB തോമസ് കുട്ടി, കേരള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഷാജി മാധവൻ എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂരിൽ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. ഇളമ്പുള്ളൂർ സ്വദേശികളാണ് പിടിയിലായത്. 3.270 കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. 2 കെട്ടുകളായി വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത്. ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് 3.270 കിലോഗ്രാം കഞ്ചാവുമായി 3 യുവാക്കളെ പിടികൂടിയത്. ചെമ്മന്തൂർ കുതിരച്ചിറ റോഡിൽ MLA റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വാഹനത്തിൽ ബാഗിനുള്ളിൽ കടത്താൻ ശ്രമിച്ച 2 കെട്ട് കഞ്ചാവുമായാണ് ഇവരെ പിടികൂടിയത്. ഇളമ്പൽ കോട്ടവട്ടം ജംഗ്ഷനിൽ മാടപ്പാറ പുത്തൻ വീട്ടിൽ D ജോയൽ, ആയൂർ ഇടമുളയ്ക്കൽ നീറായിക്കോട്ട് അനന്തു ഭവനിൽ അഖിൽ, മഞ്ഞമൺകാല ഏലിക്കോട് ആലഞ്ചേരി പുത്തൻ വീട്ടിൽ സുജിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഡാൻസ് ഓഫ് ടീം കാൽനടയായി പിന്തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത്. റൂറൽ SP TK വിഷ്ണുപ്രദീപിനും റൂറൽ നാർക്കോട്ടിക് DYSP TR ജിജുവിനും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുനലൂർ ഡാൻസ് ഓഫ് ടീം SI ബാലാജി S കുറുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. ബംഗളൂരിൽ നിന്നുമാണ് ഇവർ കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. പുനലൂർ SHO T രാജേഷ് കുമാർ, SI MS അനീഷ്, SI പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഇലിപ്പക്കുളം KKM-GV HSSലെ 500 വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. ഇലിപ്പക്കുളം KKM-GV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 500 വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരള സംസ്ഥാന ഹോർട്ടികോർപ്പറേഷന്റെ സഹായത്തോടെയാണ് 5 കോഴിക്കുഞ്ഞുങ്ങളെയും 1 കിലോ തീറ്റയും വീതം നൽകിയത്. വിതരണോദ്ഘാടനം MS അരുൺകുമാർ MLA നിർവഹിച്ചു. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ വഴിയാണ് കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മണ്ഡലത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വട്ടക്കാട് സ്കൂളിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് സന്തോഷത്തോടെ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 4,25,000 രൂപയുടെ ആനുകൂല്യങ്ങളാണ്
ഒരു വിദ്യാർത്ഥിക്ക് ഏതാണ്ട് 850 രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നു. ഒപ്പം 5 കോഴിയും 1 കിലോ തീറ്റയുമാണ് ഇതിൻ്റെ ഭാഗമായി നൽകുന്നത്. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അധ്യക്ഷത വഹിച്ചു. കേരള നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പൗൾട്രി വികസന കോർപ്പറേഷന്റെ 25-26 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനിയായ മന്ത്രി ചിഞ്ചു റാണിയുടെ സമ്മാനമായി സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കൈകളിലേക്ക് കോഴിക്കുഞ്ഞ് എന്ന പദ്ധതി ഏറ്റെടുക്കുകയും അത് നമ്മുടെ മാവേലിക്കരയുടെ പ്രിയപ്പെട്ട വികസന നായകനായിട്ടുള്ള ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA MS അരുൺകുമാർ നമ്മുടെ ഈ സ്കൂളിനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും നമ്മുടെ സ്കൂളിലേക്ക് ഈ പദ്ധതി ഇന്ന് എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ ജി രാജീവ് കുമാർ, കെ ഗോപി, ജി രവീന്ദ്രനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV അഭിലാഷ് കുമാർ, PTA പ്രസിഡന്റ് പ്രകാശ് വാസു, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ വിനോദ് MS, VHSE വിഭാഗം പ്രിൻസിപ്പൽ ഹരി KR എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പ്രഥമാധ്യാപിക സലൂജ KL പദ്ധതി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. KSRTC ജീവനക്കാർക്ക് DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്ന് KSRTEA CITU കായംകുളം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. അനുമോദനം, അനുസ്മരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. KSRTC ജീവനക്കാർക്ക് DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്ന് KSRTEA CITU കായംകുളം യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. KSRTEA സംസ്ഥാന സെക്രട്ടറി സുജിത് സോമൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സഹായം കിട്ടാതെ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും. ഒരു മാസത്തെ വരവും ചെലവും ഒക്കെ എടുത്ത് അവിടെ കൊടുത്തു. ഒരു മാസം വരവും ചെലവും എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സർക്കാരിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു, സർക്കാർ എന്തുകൊണ്ടാണ് സഹായം കൊടുക്കാത്തത് എന്ന് നിങ്ങൾ സത്യവാങ്മൂലം സമർപ്പിക്കണം. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അന്ന് കോടതിയിൽ കൊടുത്തൊരു സത്യവാങ്മൂലം യഥാർത്ഥത്തിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന സത്യവാങ്മൂലം. എന്താ കൊടുത്തത്? KSRTC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ശമ്പളം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ റെഫറൻസ് കൊടുത്തത്? ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന വിവക്ഷ എന്ന് പറയുന്നത് ആ പൊതുമേഖലാ സ്ഥാപനം എന്ത് ഉൽപ്പന്നമാണോ ഉണ്ടാക്കുന്നത് ആ ഉൽപ്പന്നത്തിന്റെ വരവിൽ നിന്ന് അതിന്റെ ചെലവിന് ആവശ്യമായ തുക കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ KSRTC എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ഉൽപ്പന്നമാണോ ഉണ്ടാക്കുന്നത്, എല്ലാ പൊതുമേഖലാ സ്ഥാപനത്തിനും ഉൽപ്പന്നമുണ്ട്. ആ ഉൽപ്പന്നത്തിന്റെ വരവ്, ഉൽപ്പന്നം വിറ്റ് കിട്ടുന്ന വരവിൽ നിന്ന് അതിന്റെ ശമ്പളം കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമായ പൈസ നടത്തണം, ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായ പൈസ നടത്തണം. സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. പരീക്ഷാ വിജയികളെ അനുമോദിക്കുകയും സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു. U സജി അധ്യക്ഷത വഹിച്ചു. CPM കായംകുളം ഏരിയ സെക്രട്ടറി B അബിൻ ഷാ, CITU കായംകുളം ഏരിയ സെക്രട്ടറി KP മോഹൻദാസ്, KSRTEA സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി A അൻസാർ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മധു ബി ഗോപൻ, R ജയൻ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. സെക്രട്ടറി AP റജി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ R രാജേഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. K ദിലീപ് സ്വാഗതവും സുനിത് സുധാകരൻ നന്ദിയും പറഞ്ഞു. പ്രസിഡന്റായി U സജിയെയും സെക്രട്ടറിയായി AP റജിയെയും ട്രഷററായി രാജേഷ് കുമാറിനെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. വീടിന്റെ സിറ്റൌട്ടിൽ കിടന്ന വളർത്തുനായയെ പുലി പിടിച്ചു. തെന്മല 40-ാം മൈൽ ശ്രീ പത്മനാഭവിലാസം പ്രേംജിത്തിന്റെ വീട്ടിലെ 3 മാസം പ്രായമുള്ള വളർത്തുനായയെയാണ് പുലി പിടിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പ്രദേശത്ത് മുൻപും നിരവധി തവണ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്നും ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിട്ടും പുലിയെ പിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. പുലിയുടെ സാന്നിധ്യം കണ്ട പ്രദേശത്ത് അംഗനവാടിയും ലക്ഷം വീടുമുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം നിരന്തരമായി കണ്ടുവരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാർ ഭീതിയിലുമാണ്. വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. അടിയന്തരമായി പ്രദേശത്ത് പുലിക്കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടിയില്ലെങ്കിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല.
ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ കെട്ടിട ഉദ്ഘാടനം ആഗസ്റ്റ് 9 നടക്കും. MLA ഫണ്ടും വികാസ് സമാഹരിച്ച തുകയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. 42 വർഷമായി ചവറയുടെ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ചവറ വികാസ് സാംസ്കാരിക സംഘടനയുടെ പുതിയ കെട്ടിടം ഓഗസ്റ്റ് 9 ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപയും വികാസ് പ്രവർത്തകർ സമാഹരിച്ച 25 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വൈകിട്ട് 5 നടക്കുന്ന പരിപാടിയിൽ NK പ്രേമചന്ദ്രൻ MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ JR സുരേഷ് കുമാർ, KSFB ചെയർമാൻ K ഭരതരാജൻ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ചവറ KS പിള്ള, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീഗം അബീന S, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം C വസന്തകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 9 വൈകിട്ട് 5 മണിക്ക് നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചവറയുടെ MLA ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർ സമ്മേളന ഉദ്ഘാടനം നടത്തുന്നു. കൂടാതെ മുഖ്യപ്രഭാഷണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ PK ഗോപൻ അവർ മുഖ്യപ്രഭാഷണവും, ഒപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ, KS പിള്ള സാറ്, ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ലൈബ്രറി സെക്രട്ടറി കൂടിയായിട്ടുള്ള വിജയകുമാർ സാറ്. 1984 ജനുവരി 26 25 ചെറുപ്പക്കാർ ചേർന്ന ചവറ വികാസ് സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. വിവിധങ്ങളായ സാംസ്കാരിക പ്രവർത്തനം, ചർച്ചകൾ, സെമിനാറുകൾ, ആരോഗ്യ ക്യാമ്പുകൾ, നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് വികാസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ജോസ് ഫൗണ്ടേഷൻ ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവകാരുണ്യം ഈ 3 മേഖലകളിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കായിട്ടാണ് പടവുകൾ, അത് നാളെയാണ് അതിൻ്റെ പരിപാടി. SLC +2 ഫുൾ A+ വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുന്നതോടൊപ്പം 4 പേരെ നമ്മൾ പഠിപ്പിക്കുന്നു. BSc നഴ്സിങ്ങിന് വഴി അവർക്കുള്ള ഫീസ് സംവിധാനവും അതിൻ്റെ ഒരു പ്രധാന ഭാഗം നമ്മളാണ് വർഷങ്ങളായി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കോഴ്സ് തീരുന്നിടം വരെ നമ്മൾ കൊടുക്കും. പിന്നീട് പുതിയൊരു പ്രോജക്റ്റായിട്ട് പിന്നെ ആരോഗ്യ മേഖലയെ നമ്മൾ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയായി നടത്തുന്ന ഐക്യം, അതിനുശേഷം ജോസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്യാൻസർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള സഹായം, അതിനും പ്രത്യേക ഒരു ടീം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനൊരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. 2 മാസത്തിലൊരിക്കൽ 35ഓളം രോഗികളെ ഫൗണ്ടേഷൻ ആശുപത്രിയിലെ ഡോക്ടർ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർ തരും. മരുന്ന്, മറ്റ് കൊളോസ്റ്റോണിയൽ ബാഗ് തുടങ്ങിയതെല്ലാം നമ്മൾ വാങ്ങി വീട്ടിലെത്തിക്കുക. അവരെ ഇത് പ്രദർശന വസ്തുവാക്കുന്നതേയില്ല. ന്യൂസ് ബ്യൂറോ, ചവറ. ചടയമംഗലം കുളഞ്ഞിയിൽ ഭാഗത്ത് ശുചിമുറി മാലിന്യം തള്ളി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കുളഞ്ഞിയിൽ തോട്ടിലും മാലിന്യം ഒഴുക്കിയതായി സംശയമുണ്ട്. കുളഞ്ഞിയിൽ പാലത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം രാത്രി ശുചിമുറി മാലിന്യം തള്ളിയത്. ഇതിനോട് ചേർന്നുള്ള കുളഞ്ഞിയിൽ തോട്ടിലും മാലിന്യം ഒഴുക്കിയതായി സംശയമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ശുചിമുറി മാലിന്യം ഒഴുക്കിയ 10ഓളം വാഹനങ്ങളാണ് പോലീസ് പിടികൂടിയത്. യുവാക്കൾ സംഘടിച്ച് മാലിന്യം തള്ളി കടന്നു കളഞ്ഞ വാഹനം പിന്തുടരുകയും കൊട്ടാരക്കര പോലീസ് പിടികൂടുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുളഞ്ഞിയിൽ ഭാഗത്ത് മാലിന്യം തള്ളിയ വാഹനം പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ചടയമംഗലം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. കോയിവിള സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ്
ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണപ്പൊതികൾ നൽകിയത്. ചവറ കോയിവിള സെന്റ് ആന്റണീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികളാണ് വിദ്യാർത്ഥികൾ അന്തേവാസികൾക്ക് നൽകിയത്. ഇവർ ഭക്ഷണം അന്തേവാസികൾക്ക് വിളമ്പി നൽകുകയും ചെയ്തു. PTA പ്രസിഡന്റ് അനിൽ, വൈസ് പ്രസിഡന്റ് പ്രിൻസി, PTA, MPTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. 2025-26 അധ്യയന വർഷത്തെ ഒരു സംരംഭമാണ് ഇന്നിവിടെ അരങ്ങേറിയത്. നമ്മൾ കുട്ടികളിൽ ഉറപ്പിക്കേണ്ടതായ മൂല്യങ്ങൾ, അതായത് വൃദ്ധജനങ്ങളെ പരിപാലിക്കൽ, മാതാപിതാക്കളെ സംരക്ഷിക്കൽ, ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിൽ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൽ നിന്നെല്ലാം മാറി അവര് ഈ മൂല്യം വളർത്തണം, ഈ മൂല്യം സ്വായത്തമാക്കണം. അതിനുവേണ്ടി തുടങ്ങിയ ഒരു പ്രവർത്തനമാണിത്. നേരത്തെ ക്ലാസ്സുകളിലും രക്ഷിതാക്കൾക്കും അവബോധം നൽകിയതനുസരിച്ച് രക്ഷിതാക്കളും നമ്മുടെ PTAയും ശക്തമായി സഹകരിക്കുകയും അവരുടെയും കൂടെ സഹായത്തോടെ എത്തിച്ച വീടുകളിൽ തന്നെ തയ്യാറാക്കി എത്തിച്ച പൊതിച്ചോറ് ശേഖരിക്കുകയും ആ പൊതിച്ചോറ് ഇന്ന് ഈ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ എത്തിക്കുകയും ഇവിടുത്തെ അന്തേവാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഈ സംരംഭം വിജയകരമാക്കാൻ വേണ്ടി എന്നോടൊപ്പം സഹകരിച്ച PTA, MPTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ സഹാധ്യാപകർക്കും ഈ തരുണത്തിൽ നന്ദിയും രേഖപ്പെടുത്തുന്നു. വയോധികരെയും അനാഥരെയും അവഗണിക്കുന്ന ഇന്നത്തെ കാലത്ത് അവരെ സംരക്ഷിക്കേണ്ടതും അവരോട് കരുണ കാട്ടേണ്ടതും സമൂഹത്തിന്റെ കടമയാണെന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് നൽകുന്നതിന്റെ ഭാഗമായായിരുന്നു അഭയകേന്ദ്രത്തിലെ സന്ദർശനം. ഞങ്ങൾ സെന്റ് ആന്റണീസ് കോവിളേന്ന് വന്ന കുട്ടികളാണ്. ഞങ്ങൾ ഇന്ന് അഭയകേന്ദ്രത്തിൽ വന്നു. മുത്തശ്ശന്മാർക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പൊതിച്ചോറുകൾ നൽകി. വളരെ സന്തോഷം. സന്തോഷം അപ്പൂപ്പന്മാരെ കണ്ടപ്പോൾ. കോയിവിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം ഡയറക്ടർ കുഞ്ഞച്ചൻ ആറാടൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും സ്വീകരിച്ചു. സൃഷ്ടിതാവൻ ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു. സൃഷ്ടിതാവൻ ദൈവത്തോട് കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു. പറക്കണം വാരി പറക്കണം വാരി പറന്നു പറന്നു പോകണം. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. നിയന്ത്രണം വിട്ട മിനി ലോറി ബസ് കാത്തുനിന്നവർക്ക് നേരെ ഇടിച്ചു കയറി. 2 പേർ മരിച്ചു. കൊട്ടാരക്കര പനവേലിയിലാണ് അപകടം. പനവേലി സ്വദേശികളാണ് മരിച്ചത്. കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ റീൽസ് ചിത്രീകരണം. സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. AR ക്യാമ്പിലെ പോലീസുകാർക്കെതിരെയും നടപടി. പുനലൂരിൽ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. ഇളമ്പള്ളൂർ സ്വദേശികളാണ് പിടിയിലായത്. 3.270 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. വീടിന്റെ സിറ്റൌട്ടിൽ കിടന്ന വളർത്തുനായയെ പുലി പിടിച്ചു. തെന്മല 40-ാം മൈലിലായിരുന്നു സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.